എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് റൈസ് വൈൻ ഉണ്ടാക്കി അല്ലെങ്കിൽ റൈസ് ബിയർ നമുക്ക് ഉണ്ടാക്കി ഈ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നല്ല പൂക്കളും നല്ല രീതിക്ക് കിട്ടും. അപ്പോൾ ഇത് തയ്യാറാക്കുന്ന വിധമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഈ റൈസ് ബിയർ ഉണ്ടാക്കുവാൻ നമുക്ക് പ്രത്യേകിച്ച് ചിലവൊന്നും തന്നെ ഇല്ല. നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കാം. ആദ്യം നമ്മൾ ഏകദേശം 1 ലിറ്റർ വെള്ളം എടുത്തുക്കുക. ആ 1 ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മൾ വേവിച്ചതിൽ ബാക്കി വരുന്ന ചോറ് അത് കുറച്ച് അതിലേക്ക് ഇട്ട് വയ്ക്കുക. ഒരു പിടി 1 ലിറ്ററിന് ഏകദേശം ഒരു കൈപ്പിടി ചോറ് മതി. അത് അതിലേക്ക് ഇട്ട് നന്നായി ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ ഉപ്പിടരുത്, ഒരു കാരണവശാലും ഉപ്പിട്ട ചോറാകരുത്. അതിനുശേഷം അതിലേക്ക് നമ്മുടെ കയ്യിൽ വരുന്ന ഒരു നുള്ളു ഈസ്റ്റ്, നമ്മൾ പാചകത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഈസ്റ്റ് തന്നെയാണ്, അത് ഒരു നുള്ളൂടെ ഇട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് 1-2 ദിവസം അടച്ചു വയ്ക്കുക. എല്ലാ ദിവസവും അതിൻ്റെ മൂടി മാറ്റിയിട്ട് നന്നായി ഒന്ന് ഇളകി കൊടുക്കണം. ഇളക്കി കൊടുത്തിട്ട് ഇത് ഉപയോഗിക്കേണ്ട വിധം നമ്മൾ പറയുന്നുണ്ട് വീഡിയോയിൽ. ഇതുപോലെ നമുക്ക് അരിച്ചെടുക്കണം. 3 ദിവസം കഴിയുമ്പോൾ നമുക്കിതുപോലെ അരിച്ചെടുക്കാം. ഇതുപോലെ നമുക്ക് നല്ല ഒറിജിനൽ റൈസ് ബിയർ കിട്ടും. ഇത് നമുക്ക് കുടിക്കാനൊന്നും കൊള്ളത്തില്ല, നമ്മുടെ ചെടികൾക്ക് വേണ്ടിയുള്ളതാണ് ഈ പറയുന്നത്. ഇതുപോലെ അരിച്ചെടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കിയത് 1 ലിറ്റർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം 1 ലിറ്റർ വെള്ളം കൂടി ഇതിലേക്ക് മിക്സ് ചെയ്യണം. അപ്പോൾ ഇതേ കളറിൽ നമുക്ക് കിട്ടും. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എല്ലാ ചെടിയുടെയും മൂടിൽ നല്ലൊരു വൃത്തിയ മണ്ണൊക്കെ ഒന്ന് ഇളക്കിയിട്ടതിന് ശേഷം കുറേശ്ശെ ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒഴിക്കുന്നതിന് മുമ്പാണ് ഇത് ഒഴിക്കേണ്ടത്. രാവിലെ ഒഴിക്കുന്നതാണ് നല്ലത്. അന്നത്തെ ദിവസം വൈകുന്നേരം മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. രാവിലെ ഇത് വെള്ളത്തിന് പകരം ഒഴിച്ച് കൊടുക്കുക. രാവിലെ ഒഴിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്, അല്ലെങ്കിൽ വൈകിട്ട്. വെയിലുള്ള സമയത്ത് ഒരു കാരണവശാലും ഒഴിക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക.